ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിയുമ്പോഴേ നമുക്ക് ചിക്കൻ്റെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നമ്മൾ കഴിക്കുമല്ലോ. എന്തെങ്കിലും എന്ന് വെച്ചാൽ അതായത് നമ്മുടെ അൽഫാം, അതുപോലെ തന്നെ ബ്രോസ്റ്റഡ്, KFC അതൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് മയണൈസ് എന്ന് പറയുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ ഇപ്പം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ഇങ്ങനെ കൊടുക്കുന്ന ഔട്ട്സൈഡിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, ഹെൽത്തി ആണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പം നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളി മയണൈസ് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതാണെങ്കിൽ 2 എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ള മാത്രമാണ് ഞാൻ എടുക്കുന്നത്. മഞ്ഞക്കരു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അതുപോലെ തന്നെ നമുക്ക് 1 സ്പൂൺ വിനീഗറും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിനീഗർ അല്ല ഒഴിക്കേണ്ടതെങ്കിൽ തൈര് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വിനീഗറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ആക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി അല്ല നോർമൽ ആവേണ്ടെങ്കിൽ ഇനിയും കുറച്ച് വാട്ടറും കൂടി ഒഴിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. എനിക്കിത് സ്പൈസി ആയിട്ട് വേണ്ടിയതുകൊണ്ട് ഞാനിവിടെ ഒരു 2 റെഡ് ചില്ലിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർക്കാവേ. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്പൈസി മയണൈസ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു 1/2 സ്പൂണ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അടിപൊളി ഹെൽത്തി സ്പൈസി മയണൈസ് ഇവിടെ റെഡിയായി കിട്ടും. നിങ്ങൾക്ക് സ്പൈസി അല്ല നോർമൽ വൈറ്റ് കളറിൽ ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ റെഡ് ചില്ലിയും ഒഴിവാക്കണം, അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിവാക്കണം. അപ്പം നിങ്ങൾക്ക് നോർമലായിട്ടുള്ളത് കിട്ടുമേ. ഇത് തൈര് വെച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതും അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനത് ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒത്തിരി ഓയിലൊന്നും ഇല്ലാതെ, അതുപോലെ തന്നെ പച്ചമുട്ടയാണ് ഇടുന്നതെന്നുള്ള ആ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ നമുക്കിനി മയണൈസ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.